EX6 ആണ് ജാവാസ്ക്രിപ്റ്റിലെ ലെറ്റും കോൺസ്റ്റും കീവേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഒരു വേരിയബിൾ var യൂസ് ചെയ്തിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ അത് ഫംഗ്ഷൻ സ്കോപ്ഡ് ആയിരിക്കും. അതായത് ഞാൻ ഇവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്റ് നം എന്നാണ് അതിന്റെ വേരിയബിൾ നെയിം. വാല്യൂ 10 അസൈൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഗ്ലോബൽ വേരിയബിൾ ആണ്. ഇനി ഞാനൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ അകത്ത് പുതിയൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. സെയിം നെയിം ആണെങ്കിലും ഫംഗ്ഷന്റെ അകത്ത് ഇതൊരു പുതിയ വേരിയബിൾ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. കാരണം ഈ വേരിയബിളിനെ നമ്മുടെ ഫംഗ്ഷന്റെ പുറത്ത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ഈ വേരിയബിളിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഈ ഗ്ലോബൽ വേരിയബിളിനെ അഫക്റ്റ് ചെയ്യില്ല. നെക്സ്റ്റ് ഞാനൊരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുവാണ്, ഒരു ഇഫ് ബ്ലോക്ക്. അഗെയിൻ ഞാനൊരു var യൂസ് ചെയ്തിട്ട് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് ഇനിഷ്യലൈസ് ചെയ്യുന്നുണ്ട്. ഗ്ലോബൽ വേരിയബിളിന്റെ സെയിം നെയിം ആണ്. ഇനി ബ്ലോക്കിൽ var യൂസ് ചെയ്ത ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് നമുക്ക് ബ്ലോക്കിന്റെ പുറത്തും ആക്സസ് ചെയ്യാം, എന്റയർ പേജിൽ ആക്സസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ഗ്ലോബൽ വേരിയബിളിനെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് var യൂസ് ചെയ്ത് ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസ് ഫംഗ്ഷൻ സ്കോപ്ഡ് ആണെന്ന് പറയുന്നത്. ഇനി ഞാൻ ഈ വേരിയബിളിന്റെ ഡിക്ലറേഷൻ ലെറ്റ് യൂസ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് സെയിം എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം. ഇവിടെ നോക്കിയേ, നമ്മൾ ഏത് വാല്യൂ ബ്ലോക്കിൽ ചേഞ്ച് ചെയ്താലും അതുപോലെ ഫംഗ്ഷനിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഈ ഗ്ലോബൽ വേരിയബിളിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഇതിന്റെ റീസൺ ലെറ്റ് യൂസ് ചെയ്ത് ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾ ബ്ലോക്ക് സ്കോപ്ഡ് ആണ്. ആ ഡിക്ലെയർ ചെയ്യുന്ന ഫംഗ്ഷന്റെയോ ബ്ലോക്കിന്റെയോ അകത്ത് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, പുറത്ത് ആക്സസ് ചെയ്യാൻ പറ്റില്ല.